നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശക്തമായ മഴയാണ് ഒമാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളത്തിൽ മുങ്ങി ഒമാൻ ജനത. സമീപകാലത്തെ ഏറ്റവും വലിയ മഴയെന്നാണ് ഒമാൻ ജനത ഇതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ. ഒമാനിലെങ്ങും അതിശക്തമായ മഴ ഇതിനോടകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു. സമീപകാലത്തെ ഏറ്റവും വലിയ മഴയാണ് രാജ്യത്ത് ലഭിച്ചതെന്ന് പല ഒമാൻ സ്വദേശികളും പറയുന്നത് അവരുടെ ജീവിതകാലത്ത് ഇത്ര കനത്ത മഴ കണ്ടിട്ടില്ല എന്നതാണ്. ഇപ്പോൾ ശക്തി കുറഞ്ഞെങ്കിലും മഴ തുടരുക തന്നെയാണ്. അടുത്ത 6 മണിക്കൂറിൽ മസ്കറ്റിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ലഭ്യമാകുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പുലർച്ചെ 6 മുതൽ തന്നെ തലസ്ഥാനത്തുൾപ്പെടെ ശക്തമായ മഴ ലഭിക്കുകയുണ്ടായി. വാതികൾ നിറഞ്ഞൊഴുകി. പൊതുനിരത്തുകളിലെല്ലാം വെള്ളം നിറഞ്ഞതോടെ സുരക്ഷാ നിർദ്ദേശങ്ങളുമായി അധികൃതർ രംഗത്തുമെത്തി. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് റാസ് അൽ ഹദ്, മസ്കറ്റ്, സീബ് എന്നിവിടങ്ങളിലാണ്. മസ്കറ്റ് നഗരത്തിൽ 42.8 മില്ലിമീറ്റർ മഴ ലഭിച്ചതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. 31.2 മില്ലിമീറ്റർ ആയിരുന്നു സീബിലും പരിസരങ്ങളിലും മഴയുടെ അളവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് വരെ ശക്തമായ മഴ തുടരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കാറ്റുമഴയും ശക്തമായതോടെ പലയിടങ്ങളിലും വാതികൾ നിറഞ്ഞൊഴുകുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ആലിപ്പഴം വർഷിച്ചതും പ്രയാസം സൃഷ്ടിക്കുകയുണ്ടായി. 2 ദിവസം മുമ്പേ മേഘമൂടിയ സുൽത്താനേറ്റിലെ വടക്കൻ ഗവർണറേറ്റുകളിലെ ജനങ്ങൾ ശക്തമായ മഴ പ്രതീക്ഷിച്ചിരുന്നു. മസ്കറ്റിലെ സമീപത്തെയും പോലീസും സിവിൽ ഡിഫൻസ് മഴയെ തുടർന്നുണ്ടാകുന്ന കെടുതികൾ നേരിടാൻ തയ്യാറായി നിന്നിരുന്നു. താപനില കുറഞ്ഞ് തലസ്ഥാനം ഉൾപ്പെടെ ശക്തമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത് തന്നെ. തലസ്ഥാനമായ മസ്കറ്റിലടക്കം മഴവെള്ളം കാരണം റോഡുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്തു. അതിശക്തമായി തന്നെ പെയ്ത മഴ ജനങ്ങളെ ആശങ്കയിലാക്കിയിരുന്നു. അപകട ഭീതിയെ തുടർന്ന് വാഹനത്തിന്റെ വേഗത നിയന്ത്രിക്കണമെന്ന ROPയുടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതിനാൽ കാര്യമായ വാഹനാപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. വടക്കൻ ബാത്തിന ഗവർണറേറ്റുകളിലെ സഹം, സുഹാർ, ഫലജ് എന്നിവിടങ്ങളിൽ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. മസ്കറ്റിലെ മത്രാസുഖിൽ മലയാളികളടക്കം നിരവധി വിദേശികളുടെ കടകളിൽ വെള്ളം കയറിയിരുന്നു. അടുത്ത 24 മണിക്കൂറിൽ കടലിലെ തിരമാലകൾ 3 മീറ്റർ ഉയരത്തിൽ വരെ ഉണ്ടായേക്കാം എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. കടൽ തീരത്ത് പോവുകയോ മത്സ്യബന്ധനം നടത്തുകയോ ചെയ്യരുതെന്ന് അധികൃതർ മുന്നറിയിപ്പും ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. വാഹനങ്ങൾ ഓടിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിക്കുകയുണ്ടായി. ശക്തമായ മഴയെ തുടർന്ന് മസ്കറ്റിലെ സ്കൂളുകൾക്ക് ഇതിനോടകം തന്നെ അവധി നൽകി കഴിഞ്ഞു. ചില സ്കൂളുകൾ ക്ലാസ് ആരംഭിച്ചുവെങ്കിലും മഴ ശക്തമായതോടെ വിദ്യാർത്ഥികളെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. കുട്ടികളെ തിരികെ കൊണ്ടുപോകുന്നതിന് രക്ഷിതാക്കൾ സന്ദേശമയച്ച ശേഷം ക്ലാസുകൾ അവസാനിപ്പിക്കുകയായിരുന്നു. സുൽത്താൻ ഖാബൂസ് ബിൻ സയീദിന്റെ നിര്യാണത്തെ തുടർന്ന് കഴിഞ്ഞ 3 ദിവസമായി രാജ്യത്തെ സ്കൂളുകൾക്ക് അവധിയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.